നമസ്കാരം. ആരോഗ്യ ആനന്ദത്തിലേക്ക് സ്വാഗതം. ഇത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ SCT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ് ഡോക്ടർ രശ്മി മോഹൻ. കാരണം ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ടുള്ള ഏതാണ്ടൊരു ടീനേജ് കഴിയുന്നത് വരെയുള്ള ആ കുട്ടിയുടെ ബിഹേവിയർ, സ്വഭാവങ്ങൾ ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സങ്കീർണമൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷൻ, അതുപോലുള്ള നമ്മൾ ഡ്രഗ് അഡിക്ഷനെക്കാട്ടിയും ഏറ്റവും അധികം കുട്ടികളെ ബാധിക്കുന്നത് ഒന്ന് തന്നെയാകണം ഈ മൊബൈൽ അഡിക്ഷൻ. ഇതിനൊക്കെ എന്താണ് പ്രതിവിധി, എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇതൊക്കെ നമുക്ക് ഡോക്ടർ രശ്മി മോഹൻ പറഞ്ഞു തരും. ഡോക്ടർ, ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ ഒരു ഭീതിജനകമായി തോന്നുന്നത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കുട്ടികളുടെ? അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ മൊബൈൽ അഡിക്ഷൻ തന്നെയാണ്. ഇപ്പോൾ മിക്ക പാരൻസ് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ തിരിച്ച് അവർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിലെ ജോലികൾ, അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പം കുട്ടികൾ എന്താ ചെയ്യുന്നത്, അവരൊന്ന് ബഹളം വെക്കുമ്പോഴത്തേക്കും നമുക്ക് അവരെ ഒന്ന് കാം ഡൗൺ ചെയ്യാനുള്ള ടൈമില്ല, അവരോട് സംസാരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് അവരൊന്ന് ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഒരു കളിപ്പാട്ടം എന്ന പോലെ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അവർ കുറച്ച് കാമായിരിക്കും, അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ വരുന്നതും. പക്ഷേ പാരൻസിന് അതൊരു ഹെൽപ്ഫുൾ ആണെങ്കിലും ഫ്യൂച്ചറിൽ കുട്ടികളിൽ ഭയങ്കരധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ മൊബൈൽ മാത്രമായിട്ട് അഡിക്റ്റഡ് ആവുകയും അതുവഴി നമുക്ക് വിർച്വൽ ഓട്ടിസം എന്നൊരു കണ്ടീഷനിലോട്ട് എത്താനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഈ കൊച്ചു കുഞ്ഞ് ഒരു 6 മാസമേ അവിടെ ചിലപ്പോൾ നടന്ന് ഇഴഞ്ഞു പോലും തുടങ്ങിയില്ല, പക്ഷെ കുഞ്ഞ് കരയുമ്പോൾ ഈ ഏജിലെ മാതാപിതാക്കൾ ചെയ്യുന്ന മൊബൈൽ എടുത്ത് ഒരു കാർട്ടൂൺ കൊടുക്കും. അതെ, അവിടെ നിന്നല്ലേ ഇതിന്റെ തുടക്കം. അതെ. നമ്മളിപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 6 months to 2 years വരെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഗ്രോത്ത് വളരെയധികം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പാരൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന വാക്കുകൾ, ഇതൊക്കെയായിരിക്കും കുട്ടികൾ കൂടുതലായിട്ടും അവരുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആവുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു അത് പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബൂമറാങ് പോലെ തന്നെ തിരിച്ച് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് വരും. കുഞ്ഞുങ്ങൾ ആ രീതിയിലായിരിക്കും വളർന്നു വരുന്നതും. അവരൊരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറവ്, സ്പീച്ച് ഡിലേ ആണ് ആദ്യം നമ്മൾ കണ്ടുവരുന്നത്. ഈ വെർച്വൽ ഓട്ടിസവും അഡിക്ഷനും മൊബൈൽ അഡിക്ഷനും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, ഡിഫറൻസ് എന്ന് പറയാനായിട്ടില്ല. നമുക്കിപ്പം ഈ മൊബൈൽ അഡിക്ഷൻ കൂടുതൽ കൊണ്ട് ഉണ്ടാവുന്ന ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊബൈൽ അഡിക്ഷൻ നമ്മൾ കുറയ്ക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് കാണാം, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കാണാം. അതുപോലെ തന്നെ അഡിക്ഷൻ കൂടുമ്പോൾ അതിൻ്റെതായ നെഗറ്റീവ് ചേഞ്ചസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു 1-1.5 വയസ്സിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് എന്തൊക്കെ പോസിറ്റീവ് എന്തൊക്കെ നെഗറ്റീവ് ചേഞ്ചസ് ആണ്. അത് കൂടുതൽ നമുക്ക് പാരൻസിൽ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് പാരൻസ് കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ടൈം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. വർക്കിംഗ് വുമൻസ് ആയിരുന്നാലും അവർക്ക് വേണ്ടിയിട്ട് ഒരു 1 hour വീട്ടിൽ വന്നതിന് ശേഷം ആയിരുന്നാൽ കൂടിയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കൂടെ കളിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഇതെല്ലാം കുട്ടികളുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മിക്ക പാരൻസിനോട് ചോദിക്കുമ്പോഴും അവർ പറയും നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് ആർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ബട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കൊടുക്കേണ്ടത് ക്യാഷ് അല്ല, പകരം നമ്മൾ പാരൻസിൻ്റെ ആ ഒരു സ്നേഹം, സപ്പോർട്ട്, അവരുടെ കൂടെയുള്ള കളി, ഇതൊക്കെയാണ് ഈ കുഞ്ഞു പ്രായത്തിൽ അവരുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആവുന്നവരും അവർ കൂടുതലും എൻജോയ് ചെയ്യുന്നതും. അത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം അവർക്ക് ആ ക്യാഷിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് അറിയില്ല. ആ സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓവറായിട്ട് കുഞ്ഞുങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കാതിരിക്കുകയും അതും ശ്രദ്ധിക്കുക. അതൊരു ലിമിറ്റ് വെക്കണം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്ന സമയത്ത് മിക്ക പാരൻസും സാധിച്ചു കൊടുക്കുന്ന കാര്യമാണ് അവർ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളത്. ബട്ട് അത് കുഞ്ഞുങ്ങളിൽ വളരെ രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള NRIs അവരവിടെ ഒരു ന്യൂക്ലിയർ ഫാമിലിയായിട്ട് താമസിച്ചു. ഇവിടെ ന്യൂക്ലിയർ ഫാമിലിയാണ്, അതിനെക്കാട്ടിയും തീരെ മൈക്രോ ന്യൂക്ലിയർ ഫാമിലിയായിട്ട് അവിടെ താമസിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴാണോ കുട്ടികൾക്ക് പെട്ടെന്നൊരു വെർച്വൽ ഓട്ടിസം എന്നുള്ള ചേഞ്ച്?
ഫീൽ ചെയ്യുന്നത്? അതും ഒരു ചാൻസ് ആണ്. കാരണം അവിടുത്തെ എൻവയോൺമെന്റും ഇവിടുത്തെ എൻവയോൺമെന്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ ആ ഒരു ഒറ്റപ്പെട്ട ആ ഒരു ചില ഫാമിലീസ് ഒക്കെയാണ് ഒരു ഫ്ലാറ്റില് അച്ഛൻ, അമ്മ, കുഞ്ഞ് എന്നൊരു ന്യൂക്ലിയർ മെമ്പേഴ്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുന്നത്. അപ്പൊ പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അപ്പൊ എങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ചിലപ്പോൾ ഇവിടെ ഗ്രാൻഡ് പാരൻസ് അങ്ങനെ കുറച്ച് കൂടുതലായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാതിരിക്കുകയും മാത്രമല്ല മൊബൈൽ ചിലപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ മിക്ക പാരൻസ് ഫ്രീ ആയിരിക്കും. നമ്മൾ വെക്കേഷൻ വരുന്ന പോലെ ആണല്ലോ. അപ്പോൾ ഫ്രീ ആയിരിക്കുന്ന മൊബൈൽ പാരൻസ് കൊടുക്കത്തില്ല. അപ്പോൾ ഇവരിൽ ബിഹേവിയർ ചേഞ്ചസ് കൂടുതൽ കാണാം. ഇവരപ്പോൾ ഈ പറയുന്ന പോലെ പിടിവാശി, കരച്ചിൽ കൂടുതലായിരിക്കും. ഫുഡ് കഴിക്കാൻ മടി കാണും. ചിലപ്പോൾ ഈ മിക്ക പാരൻസ് ഇപ്പോൾ കൊടുക്കുന്നത് ഫുഡ് കഴിക്കുന്ന ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ശീലം വളരെയധികം ഉണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഫുഡ് ഉള്ളിലാക്കട്ടെ എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടിലാണ്. ബട്ട് അവർക്ക് ഭയങ്കര നെഗറ്റീവാണ്. കാരണം ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമ്മൾ ഈ മൊബൈൽ കൊടുക്കുമ്പോൾ ഇവർ എന്ത് ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടെക്സ്ചറാണ് ഇവർ, ആ ഫുഡിൻ്റെ ടെക്സ്ചർ എന്താണ്, കളർ എന്താണ്, അതിൻ്റെ ടേസ്റ്റ് എന്താണ്, ഒന്നും മനസ്സിലാക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഓവറായിട്ട് ചിലപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി കുഞ്ഞിന് ഒബീസിറ്റി, ഓവർ വെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകമായിട്ട് തന്നെ ഡൈജഷനും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു 10 വർഷം മുമ്പ് പറഞ്ഞിരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസീസ്, ADHD. അതാണ് ഒരു കുട്ടി ഒരു ഓവർ ആക്റ്റീവ് ആണെങ്കിൽ ബഹളം കൊണ്ടാക്കി നമ്മൾ പറയും അക്രമിയാണെന്ന് പറയുമായിരുന്നു. പക്ഷെ പിന്നീട് ഡോക്ടർ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ADHD ആണ് അവൻ. അതിനെ ഒന്നുകിൽ അവനെ സെഡ്യൂസ് ചെയ്ത് കിടത്തുക, അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുത്ത് സെഡ്യൂസ് ചെയ്യുക, അതല്ലാതെ വേറെ മരുന്നില്ല എന്ന് പറയും. അതാണ് ഇപ്പോൾ ഈ ADHD ആണ് ഇപ്പോൾ ഈ വെർച്വൽ ഓട്ടിസത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഈ പണ്ട് കാലത്ത് ഇപ്പോഴത്തെ തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പണ്ട് ഈ ഒരു ADHD അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിക്ക് വളരെ വിരളമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു അസുഖം അറിയില്ല എന്നുള്ളതാണ്. കാരണം പണ്ടത്തെ പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. മാത്രമല്ല ഈ മൊബൈൽ ഫോൺ, TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ കൂടുതലും കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി കളിക്കുക, അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളോട്ട് ഇടപെടുമ്പോൾ ഈ ഒരു സ്പീച്ച് ഡിലേ, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ കുറവ്, അല്ലെങ്കിൽ ഇൻഅറ്റൻഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവാണ്. ബട്ട് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും എഫക്റ്റഡും നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റുന്നതും. അവരുടെ അക്കാഡമിക്കൽ ഭയങ്കരമായിട്ട് പൂവറായിരിക്കും. അവർ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനുള്ള അവർക്ക് അവരുടേത് കുഴപ്പം കൊണ്ടിട്ടല്ല. കാരണം ഇങ്ങനെ ഓവർ യൂസ് മൊബൈൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇൻഅറ്റൻഷൻ എന്നൊരു കണ്ടീഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുവഴി ഇപ്പം ഫോൺ കൊടുക്കാണ്ടിരിക്കും അവർ വാശി കാണിക്കും. അപ്പോൾ നമ്മൾ ADHD എന്നൊരു ഫീച്ചർ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ ഒരു വെർച്വൽ ഓട്ടിസം അല്ലെങ്കിൽ ADHD അത് ഏത് ഏജ് വരെ പോകാം? നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടിസം നമ്മൾ എപ്പോൾ ഏത് ഏജിൽ നമ്മൾ കണ്ടുപിടിക്കാം എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്കൊരു 1-1.5 വയസ്സുകാരുടെ കുഞ്ഞിന് വരെ നമുക്ക് ഓട്ടിസം ആണോ അല്ലയോ എന്നുള്ളത് അവരുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻ ഫീച്ചേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയാൻ തോന്നുന്നു. ഐ കോണ്ടാക്റ്റ് കുറവായിരിക്കും, സ്പീച്ച് ഡിലേ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 1 ഇയർ ആകുമ്പോൾ ആ കുഞ്ഞ് ജസ്റ്റ് ഒരു വേർഡെങ്കിലും പറഞ്ഞിരിക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു കൺസേൺ ആണ്. അത് എന്തുകൊണ്ട് ആ കുഞ്ഞ് പറയുന്നില്ല എന്നുള്ളത് നമ്മൾ തിരയേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അത് ശരി കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും എന്ന് ചിലവർ വന്ന് എന്നോട് പറയാറുണ്ട്. സംസാരിച്ച് തുടങ്ങിയില്ല, അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു 1-2 മാസം കഴിയുമ്പോൾ കുട്ടി സംസാരിച്ച് തുടങ്ങും. ബട്ട് ഈ ഒരു ഡിലേ വെക്കുമ്പോൾ അവരിന് വീണ്ടും മന്ത് കൂടുകയാണ്. അപ്പോൾ ആ മന്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു കൺസേൺ ആയിട്ട്, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിലേ വെച്ച് വരുമ്പോൾ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി തന്നെ സ്പീച്ച് ഡിലേ ആവാനുള്ള ചാൻസസും കൂടുതലാണ്. പറഞ്ഞ പോലെ ഈ വെർച്വൽ ഓട്ടിസത്തിനാണെങ്കിലും നമ്മൾ ആദ്യം 1-1.5 വയസ്സ് ആ ഒരു ഏജിൽ നമ്മൾ കുഴപ്പമില്ല എന്നുള്ളൊരു, അതിനുശേഷം നമ്മൾ മൊബൈൽ ഫോൺ എഗെയിൻ നമ്മൾ കൊടുക്കും. വീണ്ടും കുഞ്ഞ് ഈ ഫോണുമായിട്ട് മാത്രമായിരിക്കും ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ ഫോണുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് ഈ ഫോണിൽ എല്ലാ കാര്യങ്ങളും അതിൽ അവന് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിലുള്ള വിഷ്വലൈസേഷൻ അത് മാത്രമായിരിക്കും അവന് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നതും. അതിലുള്ള വേർഡിങ്സ് ആയിരിക്കും ഇവൻ പഠിക്കുന്നതും. അപ്പോൾ ഈ നമ്മുടെ ഈ ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ ആയിരിക്കും കാർട്ടൂൺസിലൊക്കെ വരുന്നത്, അറിയായിരിക്കും. അപ്പോൾ ആ ഒരു വേർഡിങ്സ് ആയിരിക്കും കുഞ്ഞുങ്ങൾ സംസാരിച്ച് വരുന്നതും. അതായത് ഫസ്റ്റ് ഒന്ന് ക്ലിയർ ആയിരിക്കും, പിന്നീട് അങ്ങോട്ട് അൺക്ലിയർ സ്പീച്ചിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും.
വെർച്വൽ ഓട്ടിസവും ഈ ജനറൽ ഒരു ഓട്ടിസം ഉണ്ടല്ലോ കുട്ടികൾക്ക്, രണ്ടും ഡിഫറെന്റ് അല്ലേ? അതെ, വെർച്വൽ ഓട്ടിസവും ജനറൽ ഓട്ടിസവും ഡിഫറെൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓട്ടിസം എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ കുഞ്ഞു ഒറ്റയ്ക്കിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള ഒരു ഇമാജിനേറ്റീവ് പ്ലേ, അതൊക്കെയാണ് നമ്മൾ ഓട്ടിസം എന്ന് പറഞ്ഞത്. ബട്ട് ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് വിഷ്വലൈസേഷനും കൂടെ ഉൾപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ മൊബൈൽ അഡിക്ഷൻ വഴി ഉണ്ടാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെങ്കിൽ നേരെ പോയി ഒരു ഓട്ടിസം സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ട് ചേർത്താൽ എല്ലാം ശരിയാകുമെന്നൊരു തോന്നലുണ്ട്? ഇല്ല, ഓട്ടിസം സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ബട്ട് അതിൻ്റേതായ രീതിയിലുള്ള തെറാപ്പീസ് ഇൻ്റർവെൻഷൻ നമ്മൾ കൊടുക്കണം. അതിന് ഈ പറയുന്ന പോലെ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് മിക്ക ഹോസ്പിറ്റലിലും കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാ മന്തിലും ഓരോ മന്തിലും നമ്മൾ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് നോക്കുന്നുണ്ട്. ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നുള്ളതാണ് ഈ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ, കുഞ്ഞ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, ഫൈൻ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോർ, ഇതെല്ലാം വരുന്നുണ്ട് ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്പീച്ച് വന്നില്ല അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അപ് ടു 1 year വരെ നമ്മളൊരു കുഞ്ഞിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവന് എന്തൊക്കെ ഡിലേ ആണ് സംഭവിക്കുന്നത് ഓരോ മന്തിലും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏർലി ആയിട്ട് നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഒരു എക്സസൈസ് അല്ലെങ്കിൽ തെറാപ്പി പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അത് ആ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ആ കുഞ്ഞ് കിട്ടുന്ന ഒരു 15-20 minutes ആയിരിക്കും, അല്ലെങ്കിൽ അപ് ടു 1 hour. ബട്ട് ബാക്കിയുള്ള ടൈം എല്ലാം കുഞ്ഞ് വീട്ടിൽ പാരൻസുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന തെറാപ്പി വീട്ടിലും പോയിട്ട് അവർ എത്രത്തോളം എഫക്റ്റീവായിട്ട് ആ കുഞ്ഞിന് കൊടുക്കുന്നോ അതിലാണ് ഒരു ചേഞ്ച് കൂടുതലും കണ്ടുവരുന്നത്. ഒരു അച്ഛനും അമ്മയും കൂടെ കരഞ്ഞുകൊണ്ട് 1 വയസ്സായ കുട്ടിയെ ഡോക്ടറെ മുന്നിലേക്ക് കൊണ്ടുവരും. ഒന്നുകിൽ സ്പീച്ചിന് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ലിസണിങ് പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലും ഒരു പ്രോബ്ലം. ഡോക്ടർ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്തത് ഇനിഷ്യലി? ഓക്കെ, ഫസ്റ്റ് ഞാൻ പാരൻസിനാണ് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത്. പിന്നീടാണ് ഞാൻ കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഇരിക്കും. കാരണം പാരൻസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ വീട്ടിലെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കുഞ്ഞിന് ഈ ഒരു കണ്ടീഷൻ വന്നത് എന്നുള്ളത്. അപ്പോൾ ഓട്ടിസം അല്ലെങ്കിൽ വിർച്വൽ ഓട്ടിസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറ്റിക് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഒന്നുകിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുമായിട്ട് വീട്ടിൽ ആരും മിങ്കിൾ ചെയ്യാനില്ല, അപ്പോൾ കുട്ടി ഒറ്റയ്ക്ക് അവൻ്റേതായ ഒരു ലൈഫ് സ്റ്റൈലിലായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടും ഓട്ടിസം എന്നൊരു കണ്ടീഷൻ വരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാരൻസിന് കൗൺസിൽ കൊടുക്കും. കുഞ്ഞിന് എത്രത്തോളം ഡിലേ ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് അത് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, എത്രത്തോളം നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഇത് ക്യൂർ ആകുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടെല്ലാം പാരൻസിന് ഉണ്ടാവും. അപ്പോൾ ആ പാരൻസിനെ ഒന്ന് കാം ഡൗൺ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട്, ഇനി ഉള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഫസ്റ്റ് ഞാൻ പറയും. ഡോക്ടറിന് സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ടാകും ഈ ഒരു കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്തതിൽ, ഒരു ആവറേജ്? സക്സസ് റേറ്റ് എന്ന് പറയുന്നതിൽ കൂടുതലും പാരൻസിനാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ എൻ്റെ മുന്നിൽ ആ കുട്ടി ചെയ്യുമായിരിക്കും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു ഫീവർ വന്നു, ഒരു ടാബ്ലറ്റ് കഴിച്ചു, ബട്ട് അത് ഒരു കോഴ്സ് ഉണ്ട് അല്ലേ, ഒരു 3 days നമുക്ക് ടാബ്ലറ്റ് ഡോക്ടർ തരും. 3 days കഴിയുമ്പോൾ ഫീവർ മാറും. പക്ഷേ ഓട്ടിസം അങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ നമ്മളൊരു ടാബ്ലറ്റ് കൊടുത്തോ മെഡിസിൻ കൊടുത്തോ ചെയ്യേണ്ടതല്ല. നമ്മൾ എത്രത്തോളം കുഞ്ഞുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം ഉള്ള എഫോർട്ട് കുഞ്ഞുമായിട്ട് ഇടുന്നു എന്നതിലാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് അതേപോലെ തന്നെ പാരൻസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ്. ഇവർ രണ്ടുപേരും കുഞ്ഞിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ അമ്മ നോ പറയുന്ന സ്ഥലത്ത് അച്ഛൻ എസ് പറയുകയാണെങ്കിൽ അതിലൊരു എഫക്റ്റീവ്നെസ് വരുന്നില്ല. കാരണം അവിടെ കുഞ്ഞിന് കൺഫ്യൂഷൻ വരുന്നു, ഇതെന്താണ് അനുസരിക്കേണ്ട. സോ അവൻ അവൻ്റേതായ രീതിയിൽ മാത്രമായിരിക്കും വളർന്നു വരുന്നത്. അപ്പോൾ ഈ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അവർ പാരൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലും കൂടെ ഇരിക്കും. ഇവിടെ വന്ന് ഡോക്ടറെ കാണുമ്പോഴായിരിക്കും കുട്ടി ADHD ആണെന്ന് ചില പാരൻസ് അറിയുന്നത്. അങ്ങനെ വല്ല കേസസ് ഇപ്പോൾ വരാറുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ADHD ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കുറേ കണ്ടീഷൻസിൽ നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ കുറേ സിംറ്റംസും കാര്യങ്ങളും പറയും. ബട്ട് ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഇവർ എന്നോട് വരുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഇരിക്കുന്നില്ല, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അത് വലിച്ചെടുക്കുന്നു, ബട്ട് ഇത് നന്നായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ആണ്, ADHD ആണ് അല്ലെ ഡോക്ടർ എന്ന് ചോദിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയാണ്, നമുക്കൊരു ഏജ് ലിമിറ്റ് വരെ ഇത് ഓക്കെ ആണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ
ആ ഒരു ബോർഡർ ലൈൻ കഴിഞ്ഞു പോയിട്ടും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു കൺസേൺ. അപ്പോൾ ഒരു 1-1.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് കുറച്ചൊരു എന്താ പിടിവാശിയൊക്കെ കാണും അല്ലെ. അപ്പൊ നമ്മൾ അത് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ്. ആ പിടിവാശിക്ക് നമ്മൾ എന്താ പറയാ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യിക്കുമ്പോഴാണ് അവന് ആ ഒരു കൺട്രോൾ വരാത്തത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയുവാണ്, നമ്മൾ ഇഗ്നോർ ചെയ്യാന്ന് ഉദ്ദേശിച്ചത് നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കൺവെട്ടത്ത് കുട്ടി ഉണ്ടാവും, വേറെ മീൻസ് അവന് തലയിടിക്കുക അല്ലെങ്കിൽ ഓടിച്ചാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ബട്ട് ആദ്യം അവർ 1 hour ആണ് കരയുന്നതെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈമിന് അവന് ആ കരച്ചിലിൻ്റെ ആ ഒരു ഇത് തോത് കുറയും. അതായത് 45 minutes ആവും, പിന്നെ ഒരു 30 minutes ആവും. അപ്പം നമ്മുടെ ആ വാശിക്കൊത്ത് നമ്മൾ നിൽക്കരുത് എന്നുള്ളതാണ്. എല്ലാം ADHD എന്നുള്ളതും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആ കുഞ്ഞിൻ്റെ ഏജ് നോക്കുക, അവൻ്റെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം കൃത്യമാണോ എന്ന് നോക്കുക. അത് ഡിലേ വരികയാണെങ്കിൽ മാത്രം നമ്മൾ ടെൻഷനോ അല്ലെങ്കിൽ കൺസേൺ ആയിട്ട് ഇരിക്കേണ്ടതാണ് നല്ലത്. ഈ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കുറയുന്നതല്ല, ഈ അമിതമായിട്ട് അക്രമം കാണിക്കുന്നു, ഉപദ്രവം അല്ലെങ്കിൽ ബഹളമൊക്കെ കാണിക്കുന്ന കുട്ടി, അതും ഈ ADHD കാറ്റഗറി വരുന്നത്? അതെ, വരുന്നതാണ്. അത് കൂടുതലും നമ്മൾ ചോദിച്ച് ഒക്കെ വരുമ്പോൾ മൊബൈൽ അഡിക്റ്റഡ് ആയിരിക്കും ആ കുട്ടി. കാരണം ആ കുഞ്ഞ് മൊബൈൽ കിട്ടുമ്പോൾ അവൻ സേഫ് മോഡാണ്, അവൻ മിണ്ടാണ്ടിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുക, അത് അവൻ്റെതായ ഒരു ലോകത്തായിട്ട് ആ മൊബൈലിൽ വെച്ചിട്ടിരിക്കും. അപ്പോൾ കുഞ്ഞ് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അവൻ ആ മൊബൈൽ കയ്യിൽ നിന്ന് മാറ്റുന്ന ടൈമിന് അവന് ആ മൊബൈൽ വേണം. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് അവൻ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഒരിടത്ത് ഇരിക്കില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വന്ന് ഒന്ന് ആ ഒരു കോൺവെർസേഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കും. പിന്നെ എന്ത് കാര്യത്തിനും അമ്മ വേണം. അത് 2-3 years ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാറുള്ള പ്രായങ്ങളായിട്ടുണ്ടാവും. ബട്ട് ആ കാര്യങ്ങൾ പോലും അമ്മ ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. അപ്പം അങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ നമുക്ക് അതൊരു കൺസേൺ ആയിട്ട് എടുക്കാം. ഈ അടയ്ക്കുകയാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാൻ മരമാണെങ്കിൽ പറ്റില്ലെന്ന് പറയില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു 18 അല്ലെങ്കിൽ 17 വയസ്സായ കുട്ടി ഇതേ കാണിച്ചു തുടങ്ങിയ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്കത് മൊബൈല് കിട്ടിയാൽ ബാക്കിയെല്ലാം മറക്കുന്നു, മൊബൈല് മാറ്റി വയ്ക്കുമ്പോൾ അമിതമായി ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും പിറകെ സോപ്പിട്ട് നടക്കുന്നു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ 17-18 years അതിന് ഏത് കാറ്റഗറി ആയിരിക്കും? ഇപ്പം ഈ സർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു കുട്ടിയുണ്ട്. അവന് 13-14 years ആണ്. അവൻ വീട്ടിലെ അമ്മ എന്നോട് വന്ന് സത്യം പറഞ്ഞ കരച്ചിലാണ്. കാരണം എനിക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അവന് ഏജ് 13-14 ആയിട്ടുണ്ട്. അവൻ സ്കൂളിൽ പോകത്തില്ല, അവന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അവൻ അമ്മയോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ഞാൻ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്, എന്തിനാണ് അതിൻ്റെ ആവശ്യം, ഞാൻ നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ഈ റൂമിൽ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഈ മൊബൈലുണ്ട്, ഞാൻ അതിൽ ഹാപ്പിയാണ്. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കുന്നത് ഇതിൽ എന്താണ് ഉത്തരം പറയേണ്ടത് എന്നുള്ളത്. അപ്പം എനിക്കും അതിന് ഉത്തരവില്ല. കാരണം ഇവന് എന്ന് പറയുന്നത് ഇവൻ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ വേണം. ഫുഡ് കഴിക്കുന്നത് പോലും ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ടാണ്. അമ്മയായിട്ട് ഇൻട്രാക്ഷൻ തീരെയില്ല. ഇവനൊരു അനിയനുണ്ട്, അനിയനെ റൂമിനകത്ത് കയറ്റുന്നില്ല. ഈവൻ നൈറ്റ് ഫുള്ളും ഈ ഒരു മൊബൈൽ ഫോൺ അഡിക്റ്റിലായിരിക്കും. മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്, സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉറക്കം. അപ്പോൾ ഇത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയി അവന് മെഡിക്കേഷൻ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം അത്രത്തോളം ആ കുട്ടി മൊബൈലിലോട്ട് അഡിക്റ്റഡ് ആയി. ഇതിലൊരു പാർട്ട് എന്ന് പറയുന്നത് പാരൻസ് തന്നെയാണ്. കാരണം കൊച്ചിലെ മുതൽ ഇതൊന്നും ശീലിച്ചു. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കിയപ്പോൾ അമ്മയ്ക്ക് പറ്റുന്നില്ല, അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് പറ്റുന്നില്ല. അവന് ഫുഡ് വേണ്ട, ഒന്നും വേണ്ട. മൊബൈൽ റീചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ അമ്മയെ അടിക്കുന്നു, അമ്മയെ വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നു. ഈ വക കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പേടി, ഇപ്പോൾ മൊബൈൽ വാങ്ങിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ആ റീചാർജ് ചെയ്ത് കൊടുക്കാൻ ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു കൺസേൺ ആണ്. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണ്, നമുക്കറിയില്ല അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള കുട്ടികളും നമുക്ക് ഇടയിലുണ്ട്, ഇപ്പോഴും സ്റ്റില്ലുണ്ട്. ഈ 2-3 days മുന്നേ അമ്മ വന്ന് എന്നോട് സംസാരിച്ചതാണ്. അവർക്ക് വീട്ടിൽ പേടിയാണ് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. കാരണം ഇവൻ എന്തെങ്കിലും ചെയ്യുമോ, അമ്മ എന്തെങ്കിലും ചെയ്യുമോ, അടിക്കുമോ എന്നുള്ളവർ, കാരണം ഉപദ്രവിച്ചിട്ടുണ്ട്.
സോ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഇവർക്ക് പേടിയാണ്, മൊബൈൽ വാങ്ങിക്കാനും പേടിയാണ്. സോ ഇവന് റീചാർജ് തീരുമ്പോഴത്തേക്കും അപ്പോൾ അമ്മയോട് വന്ന് സംസാരിക്കും, ഓൺ ദ സ്പോട്ട് റീചാർജ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ അവന് പോകുന്നത്. അതെ, സൈക്കോളജി കണ്ടിരിക്കണം. ഇങ്ങനത്തെ കുട്ടികൾക്കാണെങ്കിൽ ഉറപ്പായിട്ട് മെഡിക്കേഷൻ വേണം. ഫസ്റ്റ് സ്ലീപ്പാണ്, ഇവന് നല്ല ഉറക്കമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കുക. ഈ ഒരു പിടിവാശിക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നമ്മുടെ പ്രവാസികളായിട്ടുള്ള പാരൻസ് അവർ കുട്ടികളെ നോക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്ക് കൊണ്ടുപോകാറുണ്ട്, ചിലപ്പോൾ നടക്കത്തില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ടിക്കറ്റ് ഫെയറും ചിലവെല്ലാം നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡോക്ടർ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായാലും? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വർക്കിംഗ് ആണ്. പക്ഷേ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 hour 1.5 hour എങ്കിലും കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. അവരോട് ഫ്രണ്ട്ലി ആയിരിക്കുക. നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നതിലല്ല. ഇപ്പോഴത്തെ കുട്ടികളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് സ്നേഹം കുറയും എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടാതെ അവരോട് കാമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക, ഓരോ കാര്യങ്ങളും അവരോട് ചോദിക്കുക. ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വന്നാൽ ചില കുട്ടികൾ കാര്യങ്ങൾ പറയാറില്ല. അപ്പോൾ എന്താണ് നമുക്ക് സ്കൂളിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഓവറായിട്ട് വഴക്ക് പറയുന്നുണ്ടോ, അപ്പോൾ അതൊക്കെ കൊണ്ടുവരും ചിലപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് എത്രത്തോളം സ്നേഹത്തോടെ പെരുമാറുമോ, എത്രത്തോളം ഫ്രീ കൊടുക്കുമോ, അത്രത്തോളം കുട്ടികൾ നമ്മളുമായിട്ട് കൂടുതലായിട്ട് ഇൻട്രാക്റ്റ് ആവും. അതേസമയം തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പേടി കൂടാണ്ട് നമ്മളോട് പറയാനും ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും അവർക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം അതും അവരോട് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് കുട്ടികളോട് പറയാം. ഇപ്പോഴത്തെ കുട്ടികളോടെല്ലാം നമുക്ക് പറയാം. അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ. സോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. കഴിവതും അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കാണെങ്കിൽ നമുക്കിപ്പോൾ പ്രാക്ടിക്കബിൾ അല്ലാന്ന് എനിക്കറിയാം, കാരണം നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ടൈം ലിമിറ്റ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലിമിറ്റ് കൊടുക്കണം. അതായത് നീ കുറച്ച് നേരം കണ്ടോ, ശരി, ഒരു 5 minutes കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ തിരിച്ച് വാങ്ങിച്ചിരിക്കണം. അതൊരു റൂളായിട്ട് തന്നെ വെക്കുക. റൂൾ ബ്രേക്ക് ഡൗൺ ആക്കാനായിട്ട് നമ്മൾ തന്നെ ഒരു പരിശ്രമം എടുക്കരുത്. മാത്രമല്ല, അപ് ടു 2 years വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കഴിവതും നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. ഫുഡ് കൊടുക്കുന്ന ടൈം ആണെങ്കിലും നമ്മൾ കഥകളും കാര്യങ്ങളും പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക. മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും കുട്ടികളുടെ ഫ്യൂച്ചറിന് നല്ലത്. എന്തായാലും ഇത് 2025 തുടക്കത്തിലുള്ള ഒരു അപ്ഡേഷൻ ആണ്. പക്ഷേ ഇത് അങ്ങോട്ട് പോകുന്നതും കൂടുതൽ സങ്കീർണമായ ചാൻസ് തീർച്ചയായിട്ടും. അപ്ഡേഷൻ ഉണ്ടാകും. നമസ്കാരം. താങ്ക് യു.